ഹലോ, വെൽക്കം യു ആൾ ടു ബിഗ് ലേണിംഗ്. ഐ ആം കാവ്യ. അപ്പം നമ്മുടെ റിസർച്ചിന്റെ ആദ്യത്തെ മൊഡ്യൂള് തന്നെ റിസർച്ചിന്റെ മേഖലയാണ് വരുന്നത് അല്ലെ. അപ്പൊ ആ റിസർച്ചിന്റെ മൊഡ്യൂളിലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടൈപ്സ് ഓഫ് റിസർച്ച് ഒക്കെ പഠിക്കാനായിട്ട് ഒരുപാട് കീവേഡ് ട്രിക്കുകളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് പോകെ പോകെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേർഡ്സിൽ നിന്നാണ് അത് വന്നത് അല്ലെ. റീ പ്ലസ് സെർച്ച്. ഒരു കാര്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക മുതലായ കാര്യങ്ങളെയാണ് ജനറലി എന്തുകൊണ്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്, റിസർച്ച് എന്ന് പറയുന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസർച്ച് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റിസർച്ചിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് വേറെ പേരുകളുണ്ട്. ബേസിക്, പ്യുവർ അല്ലെങ്കിൽ തിയോറട്ടിക്കൽ റിസർച്ച് എന്നും അതിനെ പറയാറുണ്ട്. ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റിസർച്ച് വിത്ത് ദ എയിം ഓഫ് ഇംപ്രൂവിംഗ് സയന്റിഫിക് തിയറി ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പ്രഡിക്ഷൻ ഓഫ് നാച്ചുറൽ ഫിനോമിന. ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ തിയറി ഉണ്ടാക്കുക. അതായത് നമ്മളിപ്പം ന്യൂട്ടൺസിന്റെ ലോ പഠിക്കുന്നുണ്ട്, ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുന്നുണ്ട്, അതുപോലെ നീഡ് ഹൈറാർക്കി തിയറി പഠിക്കുന്നുണ്ട്, 5 പ്രിൻസിപ്പൽ അല്ലെ ബിഗ് 5 തിയറി ഓഫ് പേഴ്സണാലിറ്റി പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? തിയറീസ് ആണ് അല്ലെ. ഈ തിയറീസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഫോർമുലേറ്റ് ചെയ്യാനുമായിട്ടാണ് നമ്മളെ ഇവയെല്ലാം സഹായിക്കുന്നത്. അപ്പോൾ തിയറി ജനറേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിസർച്ച്, ഒരു പുതിയ തിയറി ഫോർമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയ തിയറി കണ്ടുപിടിക്കുക, ഇതുമായിട്ടെല്ലാം റിലേറ്റ് ചെയ്യുന്ന റിസർച്ചിനെയാണ് ഫ്രണ്ട്സ് നമ്മൾ ജനറലി എന്തായിട്ട് വിളിക്കാറ്? ഫണ്ടമെന്റൽ, ബേസിക് അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്യുന്ന കീവേഡ് ഏതാണ്? തിയറി. കൂടുതൽ എക്സ്പ്ലനേഷൻ നോക്കാം. ഇറ്റ് ഈസ് എ റിസർച്ച് കൺസേണിംഗ് പ്രിൻസിപ്പിൾസ് ഓർ ലോ ഓർ റൂൾ, അച്ചീവ്മെന്റ് ഓഫ് നോളജ് ആൻഡ് ട്രൂത്ത് or research study concentrating on some natural phenomena. Theoretical conclusion. അപ്പൊ എന്താണ് ഇവിടെ നമ്മളെ എത്താനായി സഹായിക്കുന്നത്? ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ റിസർച്ച് നമുക്ക് തിയറി ഫോർമുലേഷന് വേണ്ടിയും പുതിയ പുതിയ തരത്തിലുള്ള തിയറീസ് ഉണ്ടാക്കാനും വേണ്ടിയാണ് സഹായിക്കുന്നത്. മാത്രമല്ല ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ മുൻപേ അല്ലെങ്കിൽ പണ്ട് ഒരുപാട് തിയറീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആ തിയറീസ് അതിന്റെ പ്രൂഫ് നമുക്ക് ചെക്ക് ചെയ്യണം. അന്നുണ്ടാക്കിയ തിയറീസ് ജനറലി നമ്മൾ തിയറീസ് എല്ലാം പുട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ അത് പണ്ടത്തെ ആ ഒരു സ്കെനാറിയോന്റെ ബേസിസിൽ ഉണ്ടാക്കിയതാണ് അല്ലെ. ഇന്നും അത് വാലിഡ് ആണോ, അതിന് അപ്ലിക്കബിലിറ്റി ഉണ്ടോ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്, ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇനി അങ്ങനെ അല്ലെങ്കിൽ ആ തിയറീസ് മോൾഡ് ചെയ്ത് കൊണ്ടുവരണം, ഫ്ലക്ച്വേഷൻസ് കൊണ്ടുവരണം, ചേഞ്ചസ് കൊണ്ടുവരണം. വേണ്ടേ? വേണം. അപ്പൊ അതിനും നമ്മളെ എന്താണ് സഹായിക്കുന്നത്? ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ റിസർച്ചുകളാണ് സഹായിക്കുന്നത്. ശരിക്കും ഫണ്ടമെന്റൽ റിസർച്ച് വെരിഫിക്കേഷൻ ഓഫ് നോളേജ് ആണ്. നമുക്ക് മുമ്പ് അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പോസ്റ്റുലേറ്റ് ചെയ്തൊരു കാര്യം അത് എത്രത്തോളം പെർഫെക്റ്റ് ആണ്, അതിൽ ഇറേഴ്സ് ഉണ്ടോ, ഇറേഴ്സ് ഉണ്ടെങ്കിൽ ആ ഇറേഴ്സിനെ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാനായി സാധ്യമാകും മുതലായ കാര്യങ്ങളാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഫണ്ടമെന്റൽ റിസർച്ച് പോസിറ്റീവ് ആണ്, നോർമേറ്റീവ് അല്ല. അതായത് എന്താണ് പോസിറ്റീവ് നോർമേറ്റീവ്? പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. കോവിഡ് എന്താ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് പോസിറ്റീവ്. കോവിഡിനെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു, അതൊരു വാല്യൂ പെർസ്പെക്റ്റീവ്. പക്ഷേ ഇവിടെ നമ്മൾ വാല്യൂ കോൺസെപ്റ്റ്സിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്താണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചേ. അപ്പൊ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ?
അവയെ നമുക്ക് ബേസിക്, പ്യുവർ അല്ലെങ്കിൽ തിയോറിറ്റിക്കൽ റിസർച്ച് എന്ന് പറയാം. ഒരു തിയറി ഉണ്ടാക്കുക അല്ലെങ്കിൽ തിയറി ജനറേഷനുമായി ബന്ധപ്പെടുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തായി വിളിക്കുന്നത്? ഫണ്ടമെന്റൽ റിസർച്ച് എന്നുള്ളതായിട്ട് വിളിക്കുന്നത്. നമ്മൾ പാസ്റ്റ് കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മുമ്പ് ഡെവലപ്പ് ചെയ്ത തിയറികളെ കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ വാലിഡേഷൻ ആണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഓർക്കുക, എന്താണ് ഓർക്കേണ്ടത്? കീവേഡുകൾ അപ്ലൈ ചെയ്യുക. മൊഡ്യൂൾ 1-ൽ നിന്നും നിങ്ങൾക്ക് കീവേഡുകളും 10 ട്രിക്കുകളും പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഓർക്കുക, എന്താണ് ആദ്യത്തത്? ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ, നിങ്ങൾ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന ക്വസ്റ്റ്യനിൽ കണ്ടാൽ നിങ്ങൾക്ക് തരുന്ന 4 ഓപ്ഷനിൽ തിയറി എന്നൊന്ന് കണ്ടാൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ. അടുത്ത അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആക്ഷൻ റിസർച്ച് പ്ലസ് സയന്റിഫിക് അനാലിസിസ്. ഇതാണ് നിങ്ങളുടെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു എംപീരിക്കൽ എവിഡൻസ്, ഒരു പ്രാക്ടിക്കൽ എവിഡൻസ് കൊടുത്ത് ഒരു കാര്യത്തിന് സൊല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഒരു കുട്ടി ക്ലാസ്സിൽ ലേറ്റ് ആയി വരുന്നു, അതൊരു പ്രശ്നം തന്നെയാണ് അല്ലെ? അപ്പൊ ആ പ്രശ്നത്തിന് സയന്റിഫിക് ആയിട്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക, പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി നോക്കുകയാണ്, എങ്ങനെ സൊല്യൂഷൻ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രശ്നത്തിനെ കുറിച്ച് പഠിക്കുകയും അതിനെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനും കൂടെ കൊണ്ടുവന്നാൽ അത്തരത്തിലുള്ള റിസർച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചൊരു തിയറി അല്ലെങ്കിൽ മോഡലുകള് ഇതെന്ത് ചെയ്യാണ്? നമ്മൾ ടെസ്റ്റ് ചെയ്യാ ചെയ്യുന്നത്. ചുമ്മാ മനസ്സിലാക്കി പഠിക്കുകയല്ല, മറിച്ച് അതിന് വാലിഡിറ്റി ഉണ്ടോ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ശരിക്കും ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫുമായി റിലേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ റാഷണൽ ആണ് അല്ലെ ഹ്യൂമൻ ബീങ്സ്. പല കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ആക്റ്റീവായി ചിന്തിച്ചിട്ടാണ് ഡിസിഷനിലേക്ക് എത്തുന്നത്. സോ നമുക്ക് അവിടെ അപ്ലിക്കബിലിറ്റി ആവശ്യമാണ്. മാർക്കറ്റിംഗ് റിസർച്ച്, ഇവാലുവേഷൻ റിസർച്ച്, ഈ മേഖലകളിലെല്ലാം നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? അപ്ലൈഡ് റിസർച്ച് തന്നെയാണ് അവൈലബിൾ ചെയ്യുന്നത്. സോഷ്യൽ സർവേസ്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി സർവേ ഒക്കെ കളക്ട് ചെയ്യാൻ പോവാറുണ്ട് അല്ലെ, അല്ലെ സർവേ പ്രോസസ്സ് പോവാറുണ്ട്. അവിടെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുക്കുമെങ്കിലും നമ്മൾ ചിന്തിക്കും അവർ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ച്. എന്നിട്ടായിരിക്കും നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത്? ഫൈനൽ ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് പോകുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. കീവേഡ് എന്താണ്? ഡിസ്ക്രൈബ് ചെയ്യുക. നമുക്ക് പഠിക്കേണ്ട ഏരിയ അല്ലെ നമുക്ക് പഠിക്കേണ്ട കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക? വളരെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ്. മഴ പെയ്യുന്നു, ഞാൻ പറയാണ് നല്ല മഴയാണ്, ഇടിയുണ്ട്, മിന്നലുണ്ട്, അത്യാവശ്യം നല്ല മഴയാണ്. മഴ എങ്ങനെ സംഭവിച്ചു, എത്ര അളവിൽ മഴ പെയ്തു, ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. മഴയുണ്ട്, മഴ പെയ്യുന്നു, മഴ അത്യാവശ്യം, ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇഫ് ഐ എം ഗോയിങ് ഫോർ ഡിസ്ക്രൈബിങ് സംതിങ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇവിടെ നമുക്ക് വേരിയബിൾസിന്റെ മുകളിൽ കൺട്രോൾ ഇല്ല. മഴയെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ ഫ്രണ്ട്സ്? ഇല്ല അല്ലെ. ഞാൻ ചുമ്മാ അത് ഡെലിവർ ചെയ്ത് പറയുന്നു. എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിന്റെ വെൽഫെയർ, ഇതൊക്കെയാണ് ഞാൻ അവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഐ എം നോട്ട് കൺസേണിങ് അബൌട്ട് എന്ത് ഇതെങ്ങനെയാവാം അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചല്ല ഞാൻ അവിടെ പറയുന്നത്. ഞാനവിടെ ജനറലി പറയുന്നത് എന്താ, ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ ദിസ് മാനർ എന്നുള്ളതാണ് ഞാൻ അവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ പറയാം. ഫണ്ടമെന്റൽ, കീവേഡ് എന്താ? തിയറി. എന്നോടൊപ്പം തന്നെ പഠിക്കുക. 2 അപ്ലൈഡ്, ആക്ഷൻ റിസർച്ച് പ്ലസ് സയന്റിഫിക്. 3 ഡിസ്ക്രൈബ് ചെയ്യുന്നു, റിസർച്ച്. 4 അനലൈസ് ചെയ്യുന്നു. ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ വെട്ടിക്കേറി പഠിക്കുവാണെന്ന് വിചാരിക്കുക. ഒരു പെർട്ടിക്കുലർ ഫിനോമിന അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇഷ്യൂനെ കുറിച്ച് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ ബേസിസിൽ
നമ്മൾ അനലൈസ് ചെയ്യാണ്, എല്ലാ റിസർച്ചും അനാലിറ്റിക്കൽ ആണ്. അനലൈസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് അനാലിറ്റിക്കൽ റിസർച്ച്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലേബർ സെക്യൂരിറ്റിയെ കുറിച്ച് പഠിക്കുന്നു. ലേബർ സെക്യൂരിറ്റി പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും എങ്ങനെയാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് അനാലിറ്റിക്കൽ റിസർച്ച്. ഇനി സർട്ടൻ ടൈപ്പ് ഓഫ് റിസർച്ച് ഉണ്ട്, അതിന് നമ്മൾ ക്വാണ്ടിറ്റി ചെയ്യാന്ന് വിചാരിക്കാം. ക്വാണ്ടിഫയബിൾ ആണ്, ന്യൂമറിക്കൽ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായി സാധിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ചിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ക്ലാസ് റൂമിൽ കുട്ടികളുടെ ഹൈറ്റിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, കുട്ടികളുടെ വെയിറ്റിനെ കുറിച്ചാണ്, ഇൻകത്തിനെ കുറിച്ചാണ്, എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ്, എക്സ്പെൻഡിച്ചർ ട്രെൻഡ്, ഇൻകം ട്രെൻഡുകളെ കുറിച്ചാണ്. അപ്പൊ അതെന്താ? ദാറ്റ് ഓൾ ഫോംസ് അണ്ടർ ദ പെർവ്യൂ ഓഫ് quantitative research. Next is qualitative. Quality based ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ട്രേറ്റുമായി റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ചിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, നമുക്ക് എന്ത് തോന്നുന്നു, അത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ തോന്നുന്നുണ്ടോ, അതോ നമുക്ക് അതിനോട് ഒരു പ്രിഫറൻസ് തോന്നുന്നില്ലേ? സോ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പ്രിഫറൻസ്, ഇതിനെല്ലാമാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. നമ്മളുടെ ഫീലിങ്സ്, അത്തരത്തിലുള്ള ഫീലിങ്സും നമുക്ക് റിസർച്ചിൽ കൊണ്ടുവരണം അല്ലെ. അപ്പൊ അത്തരത്തിൽ ചെയ്യുന്ന റിസർച്ചിനെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയും. അതായത് നമുക്ക് ഒരിക്കലും ന്യൂമറിക്കൽ ടേമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവയെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഒന്നുകൂടെ പറയാം, മറക്കാതിരിക്കാനാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. തിയറിയുമായി റിസർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ റിസർച്ച്. അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ പ്ലസ് സയന്റിഫിക് ആണ്. ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അനലൈസ് ചെയ്യുന്നത് അനാലിറ്റിക്കൽ റിസർച്ച്, ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റിയുമായി റിസർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, എംപീരിക്കൽ റിസർച്ച്. എംപീരിക്കലുമായി റിലേറ്റ് ചെയ്യുന്ന കീവേഡ് സയന്റിഫിക്, applied, evidence, experience, empiricism, observation. ഇങ്ങനെ സയന്റിഫിക് എവിഡൻസ്, സയന്റിഫിക് അപ്ലിക്കേഷൻ, ഇങ്ങനെ മുതലായി വരുന്ന കീവേഡ്സ് വരുന്നതാണ് എംപീരിക്കൽ റിസർച്ച്. അതായത് എക്സ്പീരിയൻസിനും ഒബ്സർവേഷനുമാണ് നമ്മൾ അവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നു, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് അവിടെ തണുപ്പ് ഫീൽ ചെയ്യോ? ഇല്ല അല്ലെ. കാരണം തിരുവനന്തപുരത്ത് നിൽക്കുന്നവർക്കാണ് തിരുവനന്തപുരത്തിന്റെ അനുഭവം കിട്ടുന്നത്. കോഴിക്കോട് നല്ല ചൂടാണ്. കോഴിക്കോട് വേണ്ട അല്ലെ, പാലക്കാട് നല്ല ചൂടാ അല്ലെ. പാലക്കാട് നല്ല ചൂടാന്ന് പറയുകയാണെങ്കിൽ പാലക്കാട് നിൽക്കുന്നവർക്കാണ് പാലക്കാടിന്റെ ചൂട് മനസ്സിലാവുക. അതെന്തുകൊണ്ടാ? എക്സ്പീരിയൻസ് ചെയ്യാം. ഞാനിപ്പോ പറയാ തിരുവനന്തപുരത്ത് നല്ല മഴയാ, മഴയല്ലെങ്കിൽ അത് പറയാൻ പറ്റുമോ? സയന്റിഫിക് പ്രൂഫ് വേണം. അങ്ങനെ സയന്റിഫിക് പ്രൂഫ്, സയന്റിഫിക് എവിഡൻസ്, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ചിനെയാണ് എംപീരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്, ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച്. നെക്സ്റ്റ് ഇസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുക, ഡിസ്കവർ, ഇന്നോവേഷൻ, ഇങ്ങനെ മുതലായ കീവേഡ്സ് ആണ് ഇവിടെ വരുന്നത്. നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച്, ഒരു പ്രശ്നം നടക്കുന്നു അല്ലെങ്കിൽ ഒരു ടോപ്പിക് നമ്മൾ എടുത്തു, ആ ടോപ്പിക്കിനെ കുറിച്ച് വളരെ ആഴത്തിൽ ഡെപ്തായി നമ്മൾ ചുരുക്കി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് അല്ലെങ്കിൽ റിസർച്ചിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളെ കുറിച്ചും വളരെ ഇൻഡെപ്തായി നമ്മൾ അവരവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഒരു കൺക്ലൂസീവായ ആൻസർ ഒന്നും കിട്ടില്ല. കാരണം എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഡാറ്റയാണ് കൂടുതൽ ആധികാരികമായി ഉപയോഗിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ റിസർച്ചിലൊക്കെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുക. പാസ്റ്റ് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക,
അല്ലെങ്കിൽ പാസ്റ്റ് എങ്ങനെയാണ്, ബുക്കുകളിൽ നിന്നുള്ള ജ്ഞാനം നമ്മൾ വായിച്ചു മനസ്സിലാക്കുക. ഓൾറെഡി പബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ ശരിയാണോ മുതലായ കോൺസെപ്റ്റുകളെ കുറിച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. പാസ്റ്റ് ഈവൻസ് അല്ലെങ്കിൽ പാസ്റ്റ് കോൺസെപ്റ്റ്, ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുക. പണ്ടത്തെ ഒരു കാര്യം നമ്മൾ എടുക്കുന്നു, പഠിക്കുന്നു, പാസ്റ്റ് കാര്യങ്ങൾ. ഈ പാസ്റ്റ് കാര്യങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയും. അടുത്തത് എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച്, അതായത് ഓൾറെഡി ഹാപ്പൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. മുൻകൂട്ടി തന്നെ എന്തായി, അത് കഴിഞ്ഞു, ആ കഴിഞ്ഞ കാര്യത്തിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ, മിഡ് ഡേ മീൽ പ്രോഗ്രാം ഉണ്ട്, അതൊരു സ്കൂളിൽ കൊണ്ടുവന്നു, ഇനീഷ്യേറ്റ് ചെയ്തു. ആ കൊണ്ടുവന്ന പ്രോഗ്രാം എത്രത്തോളം പെർഫെക്റ്റ് ആയി, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്, എങ്കിലേ നമുക്കത് തിരുത്താൻ പറ്റും. അപ്പൊ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം അത് കറക്റ്റ് ആയിരുന്നോ, അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ മുകളിൽ കൺട്രോൾ ഇല്ല. മിഡ് ഡേ മീൽ പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൽ നമുക്ക് ആ ഇനീഷ്യേഷൻ സ്റ്റേജിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നടത്തി കഴിഞ്ഞു, ഇനി അതിനെ ടെസ്റ്റ് ചെയ്യുക മാത്രമേ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, കാരണം സെയിൽസ് നമ്മൾ എഴുതുക, സെയിൽസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് എന്ന് എഴുതിയാൽ ഇത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇത് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളാണ്. അഡ്വർടൈസ്മെന്റ് പെർഫെക്റ്റ് ആയി നടത്തിയാൽ സെയിൽസ് വികസിക്കും. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു കാര്യം കഴിഞ്ഞതിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അത് കറക്റ്റ് ആയി വന്നോ എന്ന് നമ്മൾ വാലിഡിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എന്തൊക്കെയാ പഠിച്ചത്? ഒന്ന് തിയറിയുമായി റിലേറ്റ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ റിസർച്ച്, ആക്ഷൻ സയന്റിഫിക് അനാലിസിസുമായി റിലേറ്റ് ചെയ്യുന്ന അപ്ലൈഡ് റിസർച്ച്, ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അനലൈസ് ചെയ്യുന്നത് അനാലിറ്റിക്കൽ റിസർച്ച്, ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റിയുമായി റിലേറ്റ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, എംപീരിക്കൽ എവിഡൻസുമായി റിലേറ്റ് ചെയ്യുന്നത് എംപീരിക്കൽ റിസർച്ച്, ഒരു കാര്യത്തെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ച്, പാസ്റ്റ് ഈവൻസുമായി റിസർച്ച് റിലേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഓൾറെഡി ഹാപ്പൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുന്നത് എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച്, ഡയഗ്നോസ്റ്റിക് റിസർച്ച്, ഡയഗ്നോസ് ചെയ്യുക, അതായത് നമ്മൾ ആശുപത്രിയിലൊക്കെ പോവാറുണ്ട് അല്ലെ, നമ്മൾ എന്തിനാ അവിടെ പോണേ, നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ. അപ്പോ ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ എക്കണോമിയിൽ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കാണുക, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. എന്തുകൊണ്ട് അത് സംഭവിച്ചു, അതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. സേ ഫോർ എക്സാമ്പിൾ കോവിഡ് സംഭവിച്ചു അല്ലെ, ആ കോവിഡിനെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാമായിരുന്നു, കോവിഡിലേക്ക് നയിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാനായി നമുക്ക് സാധിക്കുമായിരുന്നു, അങ്ങനെ മുതലായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന റിസർച്ച്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാനായി സഹായിക്കുന്ന റിസർച്ചാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാൻ ഇത് സാധ്യമാവും. പനി പിടിച്ചു, മഴ കൊണ്ടത് കൊണ്ടാ, അപ്പൊ പനിയും മഴയും തമ്മിലൊരു ബന്ധം കിട്ടിയില്ലേ, മഴ കൊണ്ടില്ലായിരുന്നുവെങ്കിൽ പനി പിടിക്കില്ലായിരുന്നു, മഴ ഇനി കൊള്ളാതിരിക്കുക, അപ്പൊ പനി പിടിക്കൂല അല്ലെ. അങ്ങനെ ഒരു പ്രശ്നത്തെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരികയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഡയഗ്നോസിസ് റിസർച്ച്. ഇനി നമുക്കുണ്ട് ആക്ഷൻ ഉണ്ട്, ഫോർമുലേറ്റീവ് ഉണ്ട്, എക്സ്പെരിമെന്റൽ ഉണ്ട്. ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്മീഡിയറ്റ് അപ്ലിക്കേഷൻ. അതായത് നമുക്ക് ആക്ഷൻ റിസർച്ച് ഒരുപാട് ഫേസസിലൂടെയാണ് പോകുന്നത്. പീരിയോഡിക്കൽ അസസ്മെന്റ് വരുന്നുണ്ട്. ഒരു ടീച്ചർക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഒരു കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായില്ല, ടീച്ചർ ചിന്തിക്കുക, ഉടനെ തന്നെ വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൊണ്ടുവരിക. റിയൽ ലൈഫാണ്, സിറ്റുവേഷൻ ആണ്, ഇമ്മീഡിയറ്റ് ആണ്. ഒരു കുട്ടി ക്ലാസ്സിൽ ലേറ്റ് ആയി വരുന്നു, എന്തുകൊണ്ട് വന്നു, അപ്പൊ അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം ഉടനെ തന്നെ. അപ്ലിക്കബിലിറ്റി നോക്കുന്നില്ല, പ്രാക്ടിക്കലായി ചിന്തിക്കുന്നില്ല, അപ്പൊ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാം. അതിനെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. വലിയ ലെവൽ ഓഫ് ചിന്തിക്കുന്നില്ല, വലിയ രീതിയിൽ കോൺസെപ്റ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല,
കർട്ട് ലിവിനാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അടുത്ത ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഫോർമുലേറ്റീവ് റിസർച്ച്. ഫോർമുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരു പ്രശ്നത്തെ കുറിച്ച് വളരെ ആഴത്തിൽ എന്തുകൊണ്ട് ആ പ്രശ്നം വന്നു, ആ പ്രശ്നത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്, ആ പ്രശ്നത്തെ നമുക്ക് എങ്ങനെയെല്ലാം സോൾവ് ചെയ്യാമായിരുന്നു എന്നതിനെ കുറിച്ചെല്ലാം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ച് ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ചിന്തിക്കുമ്പോൾ ഐഡിയ ഫ്രെയിംവർക്ക് നടക്കുന്നു, വളരെ ആഴത്തിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധ്യമാക്കുന്നു. നെക്സ്റ്റ് ഇസ് എക്സ്പീരിമെന്റൽ റിസർച്ച്. ഇവിടെ സയന്റിഫിക്, എക്സ്പീരിയൻസ്, എവിഡൻസ് ബേസ്ഡ് മുതലായ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. സോഷ്യൽ സയൻസ് റിസർച്ചിൽ ജനറലി എക്സ്പീരിമെന്റൽ ആണെന്ന് പറയാം അല്ലെ. കാരണം നമ്മൾ അവിടെ പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും കോസ് ഇഫക്റ്റ് നോക്കുന്നു. അങ്ങനെ ചെയ്ത് മനസ്സിലാക്കി പഠിക്കുന്ന റിസർച്ചിനെയാണ് എക്സ്പീരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മള് ചുമ്മാ പഠിക്കുകയല്ല, തിയറി പഠിക്കുകയല്ല, ഓരോന്നിന്റെയും പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ കീവേഡ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ഒന്ന്, തിയറിയുമായി റിലേറ്റ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ, ബേസിക്, പ്യുവർ അല്ലെങ്കിൽ തിയററ്റിക്കൽ റിസർച്ച്. അടുത്തത് ആക്ഷൻ റിസർച്ച്, സയന്റിഫിക് അനാലിസിസ് എന്ന് നിങ്ങൾക്ക് ഉത്തരത്തിൽ കണ്ടാൽ അപ്ലൈഡ് ആണ്. ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. അനലൈസ് ചെയ്യുന്നത് അനാലിറ്റിക്കൽ റിസർച്ച്. ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ഒരു ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ഇതൊക്കെയാ റിലേറ്റ് ചെയ്യുന്ന ക്വാളിറ്റേറ്റീവ്. എവിഡൻസ് ബേസ്ഡ് എംപീരിക്കൽ, എക്സ്പ്ലോർ ചെയ്യുന്നത് എക്സ്പ്ലോറേറ്ററി. ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്യുന്നത്, പാസ്റ്റ് ഇവന്റ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഹിസ്റ്ററിക്കൽ റിസർച്ച്. ഒരു കാര്യം സംഭവിച്ചു അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എക്സ്പോസ്റ്റ് ഫാക്ടോ. ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണുന്നത് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. ഇനി ഇമ്മീഡിയറ്റ് ആയി സൊല്യൂഷൻ കാണണമെങ്കിൽ ആക്ഷൻ റിസർച്ച്. ഒരു കാര്യത്തെ കുറിച്ച് ഫോർമുലേറ്റ് ചെയ്യണം കൺക്ലൂഷൻ എങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച്. എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണെങ്കിൽ എക്സ്പീരിമെന്റൽ റിസർച്ച്. അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസർച്ച് ഉള്ളത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.